നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകി. പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ ഭരണവകുപ്പുകൾക്കാണ് ധനമന്ത്രി നിർദ്ദേശം നൽകിയത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച് TV പ്രശാന്തൻ പരാതി നൽകിയിരുന്നു എന്ന വിവരാവകാശ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകിയില്ലെന്ന് റിപ്പോർട്ട്. ഇരിക്കൂർ മണ്ഡലം മുസ്ലിം ലീഗ് നേതാവ് TN ഖാദർ നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് തള്ളിയത്. പരാതിയുടെ കൃത്യമായ കാലയളവില്ലാതെ മറുപടി നൽകാൻ കഴിയില്ല എന്നാണ് വിശദീകരണം. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസ് കൊല്ലം ക്രൈംബ്രാഞ്ച് SP സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നത്. SPക്ക് കീഴിലുള്ള സംഘത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് തീരുമാനിക്കാമെന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഉത്തരവ്. മല്ലു ഹിന്ദു ഓഫീസേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ സസ്പെൻഷനിലുള്ള IAS ഓഫീസർ K ഗോപാലകൃഷ്ണൻ കുറ്റാരോപണ മെമ്മോ നൽകി. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് ഗുരുതര കുറ്റങ്ങൾ ആരോപിച്ച് മെമ്മോ നൽകിയത്. സംസ്ഥാനത്തെ IAS ഓഫീസർമാർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചു, അനൈക്യത്തിന്റെ വിത്തുകൾ പാകി, ഓൾ ഇന്ത്യ സർവീസ് കേഡറുകൾ തമ്മിലുള്ള ഐക്യദാർഢ്യം തകർക്കാൻ ശ്രമിച്ചു എന്നീ കുറ്റങ്ങളാണ് മെമ്മോയിൽ ആരോപിക്കുന്നത്. മെമ്മോയ്ക്ക് 30 ദിവസങ്ങൾക്കുള്ളിൽ ഗോപാലകൃഷ്ണൻ മറുപടി നൽകണം. CPM തരം താഴ്ത്തിയ പാലക്കാട്ടെ നേതാവ് PK ശശിക്കെതിരെ മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. ശശിയുടെ നിലപാടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് വോട്ട് കുറയാനിടയാക്കിയെന്നും മുസ്ലിം ലീഗ് ഭരിക്കുന്ന അരിയൂർ ബാങ്കിലെ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിൽ വീഴ്ച പറ്റിയെന്നും ശശിയും ഭരണസമിതിയും തമ്മിലുള്ള ബന്ധമാണ് ഇതിന് കാരണമായതെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രസംഗത്തിൽ പറഞ്ഞു. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസിനെ നിയമിച്ച ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്യണമെന്ന സർക്കാർ ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് പിന്നീട് പരിഗണിക്കാനായി മാറ്റി. സാങ്കേതിക സർവകലാശാലയ്ക്ക് VCയെ നിയമിച്ച് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയിലും കോടതി സ്റ്റേ ആവശ്യം തള്ളിയിരുന്നു. സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർമാർ ഇല്ലാതിരിക്കുന്നത് നല്ലതല്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടപ്പാക്കാനുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കങ്ങൾ വെച്ചുപുറപ്പിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് CPM നേതൃത്വം നൽകും. സർവകലാശാലകളിൽ തുടങ്ങി പൊതുസമൂഹത്തിൽ വരെ ഗവർണറുടെ ചെയ്തികൾ തുറന്നു കാണിക്കും വിധം ആശയ പ്രചരണത്തിന് രൂപം നൽകുമെന്നും MP ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികൾക്കെതിരെയുള്ള നടി മാല പാർവതിയുടെ ഹർജിയിൽ നോട്ടീസ് അയക്കുന്നതിനെ എതിർത്ത് WCC സുപ്രീംകോടതിയിൽ നടി നൽകിയ ഹർജി അപ്രസക്തമാണെന്നും WCC വ്യക്തമാക്കി. ഹർജിയിൽ കക്ഷി ചേരാൻ സംഘടന അപേക്ഷ നൽകി. ഹേമ കമ്മിറ്റി കാട്ടിയത് വിശ്വാസവഞ്ചനയാണെന്നായിരുന്നു നടി മാല പാർവതിയുടെ പ്രതികരണം. കരുനാഗപ്പള്ളിയിൽ കുലശേഖരപുരം ലോക്കൽ സമ്മേളനത്തിനുണ്ടായ സംഘർഷത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. തെറ്റായ പ്രവണതകൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും വെച്ചുപറപ്പിക്കില്ല. തെറ്റുണ്ടാകുന്നതല്ല, അത് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്നതാണ് പ്രധാനം. സംഘടനാ തലത്തിൽ തന്നെ നടപടി ഉറപ്പാക്കുമെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. കരുനാഗപ്പള്ളിയിലെ CPM വിഭാഗീയതയുടെ പശ്ചാത്തലത്തിൽ CPM സെക്രട്ടറി MP ഗോവിന്ദൻ ഇന്ന് ജില്ലയിലെത്തും. CPM ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും യോഗം ചേരുമെന്നും വിമതരുമായി ചർച്ച നടത്താനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. തൊപ്പി എന്നറിയപ്പെടുന്ന യൂട്യൂബർ നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടി. തമ്മനത്തെ ഫ്ളാറ്റിൽ നിന്ന് രാസലഹരിയുമായി യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി തൊപ്പി എന്ന നിഹാദ് കോടതിയെ സമീപിച്ചത്. കേസ് അടുത്ത മാസം 4-ന് പരിഗണിക്കും. എരഞ്ഞിപ്പാലം ലോഡ്ജിൽ മലപ്പുറം വെട്ടത്തൂർ പട്ടിക്കാട് സ്വദേശി ഫസീല കൊല്ലപ്പെട്ട കേസിൽ പ്രതി പിടിയിൽ. തൃശൂർ തിരുവില്ലാമല സ്വദേശി അബ്ദുൽ സനൂഫ് ചെന്നൈയിൽ നിന്നാണ് പിടിയിലായത്. കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം അബ്ദുൽ സനൂഫിനെ കസ്റ്റഡിയിലെടുത്തു.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ OP ടിക്കറ്റിന് ഡിസംബർ 1 മുതൽ 10 രൂപ ഫീസ് ഈടാക്കും. ജില്ലാ കളക്ടർ സ്നേഹിതൻ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആശുപത്രി വികസന യോഗത്തിൻ്റേതാണ് തീരുമാനം. മെഡിക്കൽ കോളേജ് ആശുപത്രി, IMCH സെന്റർ, കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെസ്റ്റ് ഡിസീസ് എന്നിവിടങ്ങളിൽ OP ടിക്കറ്റ് നിരക്ക് ബാധകമാണ്. 11 മാസമായി ശമ്പളം കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ സംസ്ഥാന സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾ കമ്പനിയിലെ ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാക്കനാട് കളങ്ങാട് റോഡിൽ കൈരളി നഗറിൽ താമസിക്കുന്ന P. ഉണ്ണിയാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. 11 മാസമായി ശമ്പളം കിട്ടാത്തതിൻ്റെ വിഷമത്തിലായിരുന്നുവെന്നും ഇതിൽ മനംനൊന്താണ് ജീവനൊടുക്കിയതെന്നും ജീവനക്കാരും കുടുംബവും ആരോപിച്ചു. പത്തനംതിട്ടയിൽ +2 വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സഹപാഠി അറസ്റ്റിൽ. ആലപ്പുഴ നൂർനാട് സ്വദേശിയാണ് അറസ്റ്റിലായത്. 18 വയസ്സും 6 മാസവുമാണ് പ്രതിയുടെ പ്രായം. വിദ്യാർത്ഥിനിയുടെ മരണത്തിലെ കുറ്റസമ്മത മൊഴിയാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. BJPയുടെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി അനുമതി നൽകി. BJP നേതാക്കൾ BJP ഓഫീസുമായി കേന്ദ്രീകരിച്ച് കള്ളപ്പണ ഇടപാട് നടത്തി എന്നുള്ളതാണ് സതീഷിന്റെ വെളിപ്പെടുത്തൽ. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ കേസിൽ സാക്ഷികൾ മാത്രമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് BJPയുടെ ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തൽ. കോതമംഗലം കൂട്ടുമ്പുഴയിൽ അട്ടിക്കൊളുത്തി പശുക്കളെ തരാൻ വനത്തിലേക്ക് കയറിപ്പോയി കാണാതായ 3 സ്ത്രീകളും തിരിച്ചെത്തി. പാറുക്കുട്ടി, മായ ജയൻ, ഡാർലിൻ സ്റ്റീഫൻ എന്നിവരെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെ കാണാതായത്. 6 കിലോമീറ്റർ ദൂരത്തായി അർക്കമുത്തി ഭാഗത്തു നിന്നാണ് ഇവരെ കണ്ടെത്തിയതെന്നും സ്ത്രീകളുടെ ആരോഗ്യാവസ്ഥ പ്രശ്നമില്ലെന്നും DFO അറിയിച്ചു. ആനയെ കണ്ട് ഭയന്നാണ് വനത്തിനുള്ളിൽ വഴിതെറ്റിയതെന്നും രാത്രി ഉറങ്ങിയില്ലെന്നും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നുവെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന്റെ ഇടനിലക്കാരനായാണ് ഗവർണർ പ്രവർത്തിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞു. ഗോൾ വാക്കറുടെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച് ചുമതലയേൽക്കുന്നവരിൽ നിന്നും ഇതേ പ്രതീക്ഷിക്കുന്നുള്ളൂവെന്നും നിലവിലെ BC ഇല്ലാതിരിക്കുമ്പോൾ നേരിടുന്ന വിദ്യാർത്ഥികളുടെ ഭാവി ആലോചിച്ചാണ് കോടതി നിയമനം സ്റ്റേ ചെയ്യാതിരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫയർ സെയിൽസ് ആരംഭിച്ചു. ബോർവെള്ളം, ഫിൽട്ടർ വെള്ളം, കിണർ വെള്ളം എന്നിവ കോംബോ ഓഫർ വഴി നല്ല വെള്ളമാക്കാം. തുക തവണകളായി അടക്കാൻ EMI സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി 9447151447. താങ്ക് യു.